വളരെ ടൈം കൊണ്ട് സംഭവിക്കുന്ന കാര്യമാണ്. നമ്മൾ ശിംശോനെ കുറിച്ച് വായിക്കുന്നത് യഹോവയുടെ ആത്മാവ് അവനെ വിട്ടുപോയത് അവൻ അറിഞ്ഞില്ല. ശൗലിനെ ദൈവാത്മാവ് വിട്ടുപോയത് ശൗൽ അറിഞ്ഞില്ല. ഒരു കൊമ്പ് വെട്ടി തീയിലിടുന്നത് മൂന്നാമത്തെ ഘട്ടമാണ്. ഒന്നാമത്തെ ഘട്ടം ഉണങ്ങുക, രണ്ടാമത്തെ ഘട്ടം വെട്ട്, മൂന്നാമത്തെ ഘട്ടം തീയിലിടുക. ഇതിൽ ഉണങ്ങുക എന്നത് തന്നെ വളരെ നാളുകൾ കൊണ്ട് നടക്കുന്ന കാര്യമാണ്. ഉണങ്ങി തുടങ്ങുമ്പോൾ മറ്റുള്ള കമ്പുകൾക്ക് പിടികിട്ടത്തേയില്ല. പഴയ പോലെ തന്നെ ഉത്സാഹവും ആവേശവും ഉണർവും ഒക്കെ അഭിനയിച്ച് നീക്കും. പക്ഷേ ഈ കൊമ്പിനറിയാം ഉണക്കം തുടങ്ങിയിട്ടുണ്ട്. ഒരു ബന്ധം ദൈവവുമായിട്ട് കിട്ടുന്നില്ല. എന്തോ ഒരു അകലം, ഒരു ഗ്യാപ്പ് വന്നിരിക്കുന്നു എന്ന് തോന്നുക. ആ സമയത്ത് ഒരു പരിഹാരം കണ്ടെത്താൻ പരിശ്രമിച്ചാൽ സാധിക്കും. പരിശ്രമിക്കുക എന്ന് പറഞ്ഞാല് പണം മുടക്കുകയോ കാല് പിടിക്കുക അങ്ങനെയല്ല, അത് ലോകപ്രകാരം. പരിശ്രമിക്കുക എന്ന് പറഞ്ഞാൽ ഒന്ന് വിധേയപ്പെടുകയും സമർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും അനുദപിക്കുകയും കുറവുകൾ കണ്ടുപിടിക്കാനായിട്ട് പരിശുദ്ധാത്മാവിന്റെ സഹായം തേടുകയും പ്രാർത്ഥനാ മനുഷ്യരും ഭക്തരുമായ ആളുകളുമായിട്ട് സമയം ചെലവഴിക്കുകയും ഷെയർ ചെയ്യുകയും ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്ത് ആ കൂട്ടായ്മയിലേക്കും ആ ലൈഫിലേക്കും മടങ്ങി വരാൻ സാധിക്കും. ഒരു വിളക്ക് എണ്ണ വറ്റി തുടങ്ങുമ്പോൾ അതിന്റെ തിരിയുടെ അറ്റത്തെ തീയുടെ കളറ് മാറും. ആ സമയത്ത് എണ്ണ ഒഴിച്ചു കൊടുത്താൽ പിന്നെ ഒരിക്കൽ കൂടെ തീപ്പെട്ടി ഉരച്ച് കത്തിക്കേണ്ടി വരികയില്ല. കെട്ടുപോയാൽ കെടാറാകുമ്പോൾ കരിന്തിരി കത്തും. കരിന്തിരി കത്തിയാൽ വീണ്ടും കത്തിക്കാൻ നേരത്ത് കത്രിക വേണ്ടി വരും. കത്രിക കൊണ്ടുവന്ന് അറ്റം മുറിച്ചാലേ ശോഭ കിട്ടത്തുള്ളൂ. എന്നാൽ എണ്ണ കുറയുമ്പോൾ അത് മനസ്സിലാക്കിയാൽ അല്പ എണ്ണ കൊടുത്താൽ പരിഹരിക്കാവുന്ന വിഷയമേ ഉള്ളത്. ആത്മനിറവ് കുറയുമ്പോൾ നമുക്കറിയാമെന്നാണ് എനിക്ക് തോന്നുന്നത്. എണ്ണ കുറയുന്നുണ്ട്. ഇവിടെ
നമ്മള് ആരും പെർഫെക്റ്റും അല്ല, ആരും അത്ര മിടുക്കന്മാരും ഒന്നും അല്ല. അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരുമായി, മറ്റ് അഭിഷിക്തന്മാരുമായി, മറ്റ് ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്നവരുമായി ബന്ധങ്ങൾ നിലനിർത്തുകയും മറ്റുദ്ദേശങ്ങളൊന്നും ഇല്ലാതെയുള്ള കൂട്ടായ്മ വേണം. എന്ന് പറഞ്ഞാല് ഒരാളുടെ പോക്കറ്റിലിരിക്കുന്ന പൈസ നമ്മുടെ പോക്കറ്റിൽ വരാൻ വേണ്ടിയുള്ള കൂട്ടായ്മ ആകരുത്. ഒരാളുടെ വൈഫോ സിസ്റ്ററോ ഒക്കെ ആയിട്ട് ഒരു കമ്പനി കൂടാൻ വേണ്ടി ചുമ്മാ വെറുതെ ആ ഒരു എൻജോയ്മെന്റിന് വേണ്ടിയുള്ള കൂട്ടായ്മയാകരുത്. മറ്റ് ലക്ഷ്യങ്ങളൊന്നുമില്ലാതെ ആത്മീക വർധനവിന് വേണ്ടി ഒരു കൂട്ടായ്മ ബന്ധം പങ്കിടിയിലും നമ്മെ അധികം പ്രയോജനമുള്ളവരാക്കി നിർത്തും. അപ്പോൾ നമ്മൾ ഉണങ്ങി വല്ലാണ്ടുണങ്ങി പിന്നെ വെട്ടി പിന്നെ തീരുന്ന അവസ്ഥയിലോട്ട് പോകാതെ ഇരിക്കാം. അപ്പോ ഇതൊരു കൊമ്പ്. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്ന മുന്തിരിവള്ളിയുടെ അവസ്ഥ 16-ാം വാക്യത്തിൽ കാണും. അത് വീണ്ടും നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു, നിങ്ങൾ ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചുമിരിക്കുന്നു. നിങ്ങൾ എന്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ നിങ്ങൾക്ക് തരുവാനായിട്ട് തന്നെ. ആമേൻ. പോയി ബലം കായ്ക്കാനും ഫലം നിലനിൽക്കാനും വേണ്ടി ആക്കി വെച്ചിരിക്കുന്ന കൊമ്പ്. 7ഉം 8ഉം കൂടെ വായിക്കാം. നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പിൻ, അത് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ വളരെ ഫലം കഴിക്കുന്നതിനാൽ എന്റെ പിതാവ് മഹത്വപ്പെടുന്നു. അങ്ങനെ നിങ്ങൾ എന്റെ ശിഷ്യന്മാർ ആകും. നമ്മൾ വളരെ ഫലം കായ്ക്കുന്നവരായിരിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അങ്ങനെ ഫലം കായ്ക്കണമെങ്കിൽ നാം കർത്താവിൽ വസിക്കണമെന്ന് കർത്താവ് നമ്മോട് പറയുന്നു. അങ്ങനെ കർത്താവിൽ നാം വസിക്കുമ്പോൾ നാം വളരെ ഫലമുള്ളവരാകും. വസിക്കുന്നതിൽ കുറവ് സംഭവിക്കുമ്പോൾ ഉണങ്ങാൻ ആരംഭിക്കും. അതാണ് നമ്മൾ ആദ്യം വായിച്ചപ്പോൾ കണ്ടതായ വചനം. വസിക്കാൻ സാധിക്കാത്ത ഒരവസ്ഥ നമ്മിൽ വന്നാൽ ഉണക്കം ആരംഭിച്ചു കഴിഞ്ഞു. എന്നിൽ വസിക്കാത്തവനെ ഒരു കൊമ്പ് പോലെ പുറത്ത് കളഞ്ഞിട്ട് പോകുന്നു. ആ വക ചേർത്ത് തീയിലിടുന്നു.
എന്നിൽ വസിക്കാത്തവനെ ഒരു കൊമ്പ് പോലെ പുറത്തു കളയുന്നു. അവൻ ഉണങ്ങിപ്പോകുന്നു. ആ വക ചേർത്ത് തീയിലിടുന്നു, അത് വെന്തുപോകുന്നു. വസിക്കുക എന്ന ആ ഒരു കൂട്ടായ്മയുടെ ബന്ധത്തിൽ നിന്ന് അകന്നു കഴിയുമ്പോൾ ഉണങ്ങാൻ ആരംഭിക്കും. ഉണങ്ങിക്കഴിയുമ്പോൾ വെട്ടും. അങ്ങനെ വെട്ടിയതെല്ലാം കൂടെ പിന്നീടൊരിക്കൽ കളക്ട് ചെയ്ത് ഒരു തീ ഉണ്ടാക്കി അതിലേക്ക് ഇടും. പിന്നെ അതിന്റെ ചാരം എടുത്ത് കൃഷിക്ക് ഉപയോഗിക്കും. ഉണങ്ങുന്നതിനെല്ലാം വെട്ടാനായിട്ടൊരു സമയം വരും. ഈ ഒരു കാലഘട്ടത്തിൽ പലതും ഉണങ്ങിയതായിട്ട് കാണും, പലരും ഉണങ്ങിയതായിട്ട് കാണും. നമ്മുടെ അവസ്ഥ എങ്ങനെയുണ്ടെന്ന് പരിശോധിക്കാൻ ഈ കൂട്ടായ്മ നമ്മെ സഹായിക്കട്ടെ. കൂട്ടായ്മയുടെ ലക്ഷ്യം എന്താന്ന് കൂടെ കൂടെ പരിശോധിക്കണം. തമാശ പറയാനും എന്തെങ്കിലും സാമ്പത്തിക നേട്ടമുണ്ടാക്കാനും ലൗകികമായ രസം, ആനന്ദം, എൻജോയ്മെന്റ് ഉണ്ടാക്കാനും വേണ്ടിയുള്ള കൂട്ടായ്മ അല്ലെങ്കിൽ കൂട്ട് അത് ആരോഗ്യകരം അല്ല. കൂട്ടായ്മയിലൂടെ നമുക്ക് കർത്താവിനോടുള്ള കൂട്ടായ്മ ശക്തിപ്പെടുത്താൻ കഴിയും എന്നുള്ളത് വളരെ പ്രധാനമായിട്ടും ഓർമ്മയിലിരിക്കട്ടെ. കർത്താവിൽ വസിക്കുന്നത് എങ്ങനെയാണ് നമുക്കറിയാം. എങ്കിലും നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ, ഒരു പേന എടുത്ത് പോക്കറ്റിൽ ഇടുന്നത് അത് എന്നിൽ വസിക്കുകയല്ല, അതെന്റെ പോക്കറ്റിൽ കിടക്കും. കാരണം അതിന് ജീവനില്ല. എന്നാൽ ഞാനൊരു കൊച്ചിനെ എടുത്ത് എന്റെ തൊണ്ടയിലിട്ടാൽ ആ കൊച്ച് എന്റെ കൂടെ വസിക്കുക, കാരണം അതിന് ജീവനുണ്ട്. അപ്പൊ അത് ചലിക്കും. അതിന് ഇഷ്ടക്കുറവ് വന്നാൽ അത് പ്രകടിപ്പിക്കും. അത് സന്തോഷം വന്നാൽ അത് ചിരിക്കും, ഹഗ്ഗി ഉമ്മ തരും. വേറൊരാള് എടുക്കാൻ വേണ്ടി വന്ന് വിളിച്ചാൽ പോകത്തില്ല. എന്നാൽ ഒരു പേനയാണെങ്കിൽ വേറൊരാൾക്ക് എടുത്തുകൊണ്ട് പോകാം. കർത്താവിൽ നാം വസിക്കുന്നത്, നാം ജീവനുള്ളവനാണ്. നമ്മുടെ കർത്താവ് ജീവനുള്ളവനാണ്. നാം കർത്താവിൽ വസിക്കുന്നത് ഈ വിധത്തിൽ ആയിരിക്കണം. അതുപോലെ തന്നെ വചനം നമ്മിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ അത് ധ്യാനിക്കാൻ നല്ല വാക്യമാണ്. നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ അവൻ വളരെ ബലം കായ്ക്കും. വാക്യം 7, നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ എന്ന് പറയുന്ന ഭാഗം ഓർമ്മയിലിരിക്കും. അപ്പോ വചനം ജീവനുള്ള ഒരു വ്യക്തിയെ പോലെ നമ്മുടെ ഉള്ളിൽ വസിക്കുവാൻ നാം അനുവദിക്കണം. വചനത്തിന് സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണം. വചനം നമ്മെ അസ്വസ്ഥപ്പെടുത്തണം. ഒരു കുഞ്ഞ് നമ്മുടെ കയ്യിലിരുന്ന് കരയുന്നത് പോലെ, അതിന്റെ ഇറിറ്റേഷൻസ് വെളിപ്പെടുത്തുന്നത് പോലെ വചനം നമ്മിൽ ജീവനോടെ ഇരിക്കണം.
ജീവനോടെ ഇരിക്കണം. നാം വചനത്തിന് ചേരാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്താൽ വചനം നമ്മിൽ അസ്വസ്ഥനാകണം. വചനം വ്യക്തിയായി മാറണം. വചനം അതിന്റെ ഇറിറ്റേഷൻസ് നമ്മളോട് പ്രകടിപ്പിക്കണം. ആ നിലയിൽ നാം വചനത്തെ നമ്മുടെ ഉള്ളിൽ നിർത്തിയാൽ മാത്രമേ വസിക്കുക എന്ന അനുഭവം ശരിക്കും ഇഫക്റ്റീവ് ആകത്തുള്ളൂ. ആമേൻ. അപ്പോ നാം വസിക്കുന്നത് കുറയുമ്പോൾ ഉണക്കം ആരംഭിക്കും. ദൈവദാസന്മാരുടെ ഇടയിലാണ് ഉണക്കം കൂടുതൽ സംഭവിച്ചിരിക്കുന്നത്. ഈ കോവിഡിന് ശേഷം അത് കൂടുതലായിട്ട് കാണുന്നു. ഉണക്ക ഉപദേശിമാരെന്ന വാക്ക് ഉപയോഗിച്ചാൽ വിഷമം തോന്നും, എന്നാലും സത്യമതായതിലൂടെ പറയേണ്ടി വരും. ഉണക്ക ഉപദേശിയായി കഴിഞ്ഞാൽ പിന്നെ ഉണക്ക പ്രസംഗം തുടങ്ങും. ഉണക്ക പ്രസംഗം തുടങ്ങിയാൽ പിന്നെ ഉണക്ക പാട്ട് തുടങ്ങും. പിന്നെ ഉണക്ക ആരാധന വരും. ഇതെല്ലാം ആരംഭിച്ചിട്ട് കുറെ നാളായി. ഈ കാലഘട്ടത്തിൽ ഒരു ഉണക്കത്തിന്റെ കാലമാണ്. ഉണങ്ങിപ്പോയ അഭിഷിക്തന്മാരെ ഓർത്ത് കരയേണ്ട കാലമാണ്. അവരിൽ ഒരു ജീവൻ കാണുന്നില്ല. വാക്കുകളിൽ ഒരു ജീവനില്ല. പറയുമ്പോൾ മറ്റുള്ളവർക്ക് ഒരു സന്തോഷമോ ജീവനോ ഉണർവോ ഉണ്ടാകാത്ത നിലയിൽ അവർ ഉണങ്ങിപ്പോയി. എന്നാൽ നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു നാം വളരെ ബലം കാണിക്കണം. 16-ാം വാക്യം ഒന്നുകൂടെ നാം വായിച്ച് ധ്യാനിക്കാൻ പോവുകയാണ്. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടെന്നും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ എന്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ നിങ്ങൾക്ക് തരുവാനായിട്ട് തന്നെ. ആമേൻ. എന്തിനാണ് ആക്കി വെച്ചിരിക്കുന്നത്? ഒന്ന്, പോകുവാൻ. രണ്ട്, ബലം കാണിക്കാൻ. മൂന്ന്, പ്രാർത്ഥിക്കുക. ഇതിനാണ് നമ്മളെ ആക്കി നിയമിച്ചിരിക്കുന്നത്. ഒന്ന്, പോകുവാൻ. രണ്ട്, ഫലം കായ്ക്കുക. മൂന്ന്, പ്രാർത്ഥിക്കുക. അതിൽ മൂന്നാമത്തേതിൽ ഇന്ന് നമ്മൾ അടുത്ത അല്പസമയം കൂടുതൽ ശ്രദ്ധിക്കാൻ ആഗ്രഹിക്കും. മൂന്നാമത്തേത് ഇങ്ങനെയാണ്. നിങ്ങൾ എന്റെ നാമത്തിൽ, അത് വായിച്ച നിങ്ങൾ എന്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ നിങ്ങൾക്ക് തരുവാനായിട്ട് തന്നെ. തന്നെ എന്ന് പറഞ്ഞാൽ ഒന്ന് വിചാരിച്ചാൽ നോക്കിയാട്ടെ. നിങ്ങളെ തെരഞ്ഞെടുത്തതും നിങ്ങളെ ആക്കി വെച്ചതും
പ്രധാനമായും എന്തിനാണ്? പ്രാർത്ഥിക്കാനാണ്. ഞാൻ ആ ഭാഗം കഴിഞ്ഞ ആഴ്ചയിലാ ശ്രദ്ധിച്ചു. അതിന്റെ മുകളിലത്തെ ഭാഗമാണ് എപ്പോഴും ശ്രദ്ധിക്കാം. നിങ്ങൾ എന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും തരുവാനായിട്ട് തന്നെ. അതൊരു പ്രത്യേക മുന്നറിയിപ്പായിട്ടിരിക്കുക വാക്യം അനുഭവം. നമ്മളെ തിരഞ്ഞെടുത്ത് നമ്മളെ ആക്കി വെച്ചത് പ്രാർത്ഥിക്കാനാണ്. ഇന്ന് രാവിലെ അല്പസമയം പ്രാർത്ഥന നടക്കുകയായിരുന്നു. അതെ, ചില ദിവസം നമുക്ക് വലിയൊരു ഉണർവൊന്നും കാണത്തില്ല. ഒരു ചെറിയ ക്ഷീണവും മടുപ്പൊക്കെ കാണും. സാരമില്ല. ഇപ്പൊ ഞാൻ താമസിക്കുന്നതിന് ചുറ്റും റബ്ബർ തോട്ടങ്ങളുണ്ട്. വീടുകൾ കുറവാണ്. ഇവിടെ വരുന്നവരുടെ വിചാരം ഒത്തിരി റബ്ബർ തോട്ടം ഞങ്ങൾക്കുണ്ട്. ആളുകൾ ചോദിക്കും ഇതെല്ലാം നമ്മുടെ അല്ലേ? ഞാൻ പറഞ്ഞത് നമ്മുടെ എല്ലാം നമ്മുടെ അല്ലേ? എല്ലാത്ത തന്നെ ഉള്ളേ. അപ്പോ ഒത്തിരി റബ്ബർ തോട്ടം ഉണ്ടായിരുന്ന ഇടയിലെ ഒരു 10 സെന്റ് സ്ഥലത്തിലാണ് ഞങ്ങൾ താമസം. അപ്പൊ ഈ റബ്ബർ തോട്ടത്തിന്റെ കാഴ്ച രാവിലെ രസകരമാണ്. 5 മണിയാവുമ്പോ തലയിൽ ലൈറ്റ് കെട്ടിക്കൊണ്ട് റബ്ബർ വെട്ടാൻ വരുന്ന ഒരു യോഹന്നാൻ ചേട്ടനുണ്ട്. പുള്ളിയാണ് ആദ്യം വരുന്നയാൾ. 5 മണിക്ക് വരും. വേറൊരാൾ 5:30 വരും. വേറൊരാൾ 6 മണിക്ക്. ഇതിങ്ങനെ എല്ലാ ദിവസവും ചെയ്യുമ്പോ മടുപ്പുണ്ടാവും. ഒരു ദിവസം വൈകിട്ട് വന്നപ്പോ ഞാൻ ചോദിച്ചപ്പോ പറഞ്ഞു ക്ഷീണമാ, മടുപ്പാ, റബ്ബറിനാണ് വിലയില്ല, എന്തിനാ വെട്ടുന്നേ? എല്ലാത്തിനും ഒരു മടുപ്പ് വരും അല്ലേ? എല്ലാത്തിനും ഒരു മടുപ്പ് ആവർത്തനം കൊണ്ടുവരും. പിന്നെ റിസൾട്ട് മോശമാണെന്ന് വരുമ്പോ മടുപ്പ് വരും. റിസൾട്ട് മോശം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ റബ്ബറിന് വിലയില്ല. റബ്ബറിന് വില കൂടിയാൽ വെട്ടിന് ഉത്സാഹം കിട്ടും. പ്രാർത്ഥിച്ചിട്ട് മറുപടി ഇല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ മടുപ്പ് പോകും. പ്രാർത്ഥിക്കുമ്പോ പെട്ടെന്ന് മറുപടി വരികയാണ്, പ്രാർത്ഥിക്കാൻ ഉത്സാഹം കൂടും. അപ്പൊ മടുപ്പ് എല്ലാ മേഖലയിലും ഉണ്ട്. എന്നാൽ റബ്ബർ വെട്ടുകാരന് എന്നാ മടുപ്പാണേലും 5 5:15 വരും. അത് പിന്നെ തുടരും, വെട്ടിക്കൊണ്ടേയിരിക്കുക. വില കുറവാണേലും വേറെ വഴിയൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് വെട്ടും. അപ്പൊ എന്തൊക്കെ മടുപ്പുണ്ടെങ്കിലും നമ്മളെ നിയമിച്ചിരിക്കുന്നത് പ്രാർത്ഥിക്കാനാണ്. അപ്പൊ നമ്മളെങ്ങനെയുമൊക്കെ മോഹം കഴിക്കുകയോ വെളുപ്പിനെ എഴുന്നേറ്റ് കുളിച്ചിട്ടോ ഒക്കെ പ്രാർത്ഥനയെ ബലപ്പെടുത്തണം. അപ്പൊ ആ വാക്യം ഒന്നുകൂടെ ഒന്ന് നോക്കിയേ, ഒന്ന് വായിച്ചേരാ ഒടുവിലത്തെ ഭാഗം. നിങ്ങൾ എന്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ നിങ്ങൾക്ക് തരുവാനായിട്ട് തന്നെ. അതിനായിട്ട് മാത്രം നിങ്ങളെ തെരഞ്ഞെടുത്തു, അതിനായിട്ട് മാത്രം നിങ്ങളെ നിയമിച്ചു പ്രാർത്ഥിക്കാൻ വേണ്ടി. ഇതിനൊരു ഉദാഹരണം പറയാം. ഇപ്പൊ ഇവിടെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ആരംഭിക്കുക. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്ത് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരിക. പാർലമെന്റ് തെരഞ്ഞെടുപ്പ്, ഇതിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന ആളുടെ പേര് മെമ്പർ ഓഫ് പാർലമെന്റ് എന്നാണ്.
അയാൾ ആ റിസൾട്ട് വരുന്നത് വരെ നമ്മളിൽ ഒരുവനാണ്, സാധാരണക്കാരനാണ്. പുള്ളിക്ക് VIP പരിരക്ഷയില്ല, പുള്ളിക്ക് ഡിപ്പാർട്ട്മെന്റ് കാറില്ല, സെക്യൂരിറ്റി ഇല്ല, ഒന്നുമില്ല. റിസൾട്ട് എണ്ണിക്കഴിഞ്ഞ്, റിസൾട്ട് കിട്ടിക്കഴിഞ്ഞ് സത്യപ്രതിജ്ഞ ചെയ്തു കഴിഞ്ഞാൽ ഈ മനുഷ്യൻ മെമ്പറായി, പാർലമെന്റ് മെമ്പറായി. അതോടുകൂടി അദ്ദേഹത്തിന്റെ വാഹനം കിട്ടുന്നു, അദ്ദേഹത്തിന് ഒത്തിരി ആനുകൂല്യങ്ങൾ കിട്ടുന്നു. എന്തിനാണെന്നറിയാവോ? നമ്മുടെ ഈ മണ്ഡലത്തെ കുറിച്ച് പാർലമെന്റിൽ പറയാൻ. ഇപ്പൊ ആശയം പിടികിട്ടുന്നുണ്ടോ? നമ്മുടെ പഞ്ചായത്തിനെ കുറിച്ച് സ്വർഗത്തിൽ പറയാനാണ് നമ്മളെ തെരഞ്ഞെടുത്തത്. ചില മെമ്പർമാർ പാർലമെന്റിൽ പോയിരുന്നു ഉറങ്ങും. ഇടയ്ക്കിടയ്ക്ക് ഏത്തക്കാപ്പവും പപ്സും ഒക്കെ കിട്ടുമ്പോ മാത്രം ഒന്ന് കണ്ണു തുറക്കും. ആനുകൂല്യങ്ങളെല്ലാം കഴിച്ചു. പാർലമെന്റ് ഹൗസിൽ വിശ്രമിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. അതിനകത്ത് നല്ല സുഖമായ എയർ കണ്ടീഷനിൽ ഉറങ്ങും. പിന്നെ സമ്മേളനം നടക്കുമ്പോ അവിടെ ഇരുന്ന് ഉറങ്ങും. ഞങ്ങളുടെ ഈ കോട്ടയം മണ്ഡലത്തില് ഒരു തോമസ് ചാഴികാടനാണ് ഇപ്പോഴത്തെ മെമ്പർ. 5 കൊല്ലം മുമ്പ് തെരഞ്ഞെടുപ്പ് സമയത്ത് പുള്ളിയുടെ ഭാര്യയും എന്നെ ഫോൺ വിളിച്ചു, ഞങ്ങളെ സഹായിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞങ്ങൾ ഏറ്റുന്നു. ഈ 5 കൊല്ലത്തിനിടെ പുള്ളിയെ കണ്ടിട്ടുമില്ല, മിണ്ടിയിട്ടുമില്ല, വിളിച്ചിട്ടുമില്ല, ഈ ദേശത്തൂടെ വന്നിട്ടു. അങ്ങനെ ഇപ്പൊ കാണാം, ഒക്കെ കൊതുവീരൊക്കെ കാണാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഓപ്പൺ ജീപ്പയിലൊക്കെ പോണം. അപ്പൊ ഇവരെ കാണുന്നത് ഇലക്ഷൻ സമയത്ത് മാത്രം. വീണ്ടും പുള്ളി ഇങ്ങനെ മത്സരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു വരുന്നുണ്ട്. എന്നാൽ ഞങ്ങളുടെ MLA അങ്ങനെയല്ല. ഞങ്ങളുടെ MLA വല്ലപ്പോഴും ഒക്കെ കാണും. കണ്ടാൽ അറിയോ ചെയ്യും, കണ്ടാൽ മിണ്ടോ ചെയ്യും. ഇവിടെ ഒരു യാക്കോബക്കാരുടെ വീട്ടിലൊരു മരണം ഉണ്ടായി. ഞാന് 2 വാക്ക് മരണ വീട്ടിൽ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോ ഞങ്ങളുടെ MLA വന്നു. ഞാൻ പ്രസംഗം നിർത്തിയില്ല, പുള്ളിക്കാരൻ അവിടെ നിന്നു. ഞാൻ പ്രസംഗം തീർന്നു കഴിഞ്ഞ് എനിക്ക് വന്ന കൈ തന്ന് മിണ്ടി വെച്ച് പോയി. ഒരു മെമ്പർ പാർലമെന്റിലേക്ക് പോണത് അവന്റെ മണ്ഡലത്തിന് വേണ്ടിയാണ്. അതിനുവേണ്ടി നമ്മൾ അവനെ തെരഞ്ഞെടുത്തയക്കുകയാണ്. ദൈവം നമ്മളെ തെരഞ്ഞെടുത്താക്കിയിരിക്കുകയാണ് നമ്മുടെ മണ്ഡലത്തിന് വേണ്ടി. ദൈവരാജ്യത്തിൽ എന്തെങ്കിലുമൊക്കെ ചോദിച്ച് മേടിച്ച് ഇംപ്ലിമെന്റ് ചെയ്യാൻ. നല്ലൊരു MP ഉണ്ടെങ്കിൽ ആ മണ്ഡലത്തിന് നന്മ വരും. നല്ലൊരു വിശ്വാസി ഉണ്ടെങ്കിൽ ആ വീടിന് നന്മ വരും, ആ പഞ്ചായത്തിന് നന്മ വരും.
ഞങ്ങള് പിറവത്ത് വരുമ്പോ ഈ ഭാഗത്തെങ്ങും KSRTC ബസ് വരാറേ ഇല്ല. പ്രൈവറ്റ് ബസിന്റെ ഒരു സ്റ്റാൻഡുണ്ട്. രാവിലെ ഇങ്ങനെ നടന്ന് പ്രാർത്ഥിക്കുമായിരുന്നു, കർത്താവേ ഒരു KSRTC സ്റ്റാൻഡ് ഇവിടെ വരണം, ഇവിടുന്ന് ബസ്സുകൾ പോകണം, ഇവിടെ ഒരു വികസനം ഉണ്ടാവും. ഇപ്പൊ സ്റ്റാൻഡ് വന്നത് ഞങ്ങളുടെ പിറവൻ ചർച്ചിന് ഏറ്റവും അടുത്ത, ബാംഗ്ലൂർക്ക് വരെ ഇവിടുന്ന് ബസ്സുണ്ട്. നാടിന് വികസനം ഉണ്ടായി. അതിനുവേണ്ടി പ്രവർത്തിച്ച രാഷ്ട്രീയക്കാരുണ്ടാവും, സംശയമില്ല. രാഷ്ട്രീയക്കാരുടെ പ്രവർത്തനം അതിനകത്തുണ്ട്. നമ്മൾ ഒരു ദേശത്ത് ഒരു ലോക്കൽ സഭയുടെ പാസ്റ്ററായി അവരുടെ വീട് വിസിറ്റ് ചെയ്ത് അവരുടെ നിന്ന് കിട്ടുന്ന ചെറിയ നന്മ കൊണ്ട് ജീവിച്ചു പോകുന്ന ആ ഒരു ലെവലിനപ്പുറത്താണ് നമ്മുടെ നിയമന ഉദ്ദേശം. നമ്മളെ ആ ദേശത്തിന്റെ കാവൽക്കാരായിട്ട് വെച്ചിരിക്കും. നിങ്ങൾ എന്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതൊക്കെയും ചെയ്തു തരുവാനായിട്ട് തന്നെ. അപ്പം നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത് പ്രാർത്ഥിക്കാനാണ്. ഇനി മെമ്പർ ഓഫ് പാർലമെന്റിനെ കുറിച്ച് പറയാം. ഡൽഹിയിലെ പാർലമെന്റ് ഹൗസിൽ കയറാൻ എനിക്കൊക്കത്തില്ല, നിങ്ങൾക്കൊക്കത്തില്ല, കാർഡില്ല, നമുക്ക് അവിടെ പെർമിറ്റ് കാർഡില്ല. എന്നാൽ ഈ MP ക്ക് കയറാം, ഏത് സമയത്ത് കയറാം. ദൈവസന്നിധിയിൽ ഫലപ്രദമായി പ്രാർത്ഥിക്കാൻ എനിക്ക് നിങ്ങൾക്ക് അനുവാദമുള്ളൂ. പാപിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. ദൈവസന്നിധിയിൽ ഫലപ്രദമായ മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യാൻ എനിക്കും നിങ്ങൾക്കുമേ അധികാരമുള്ളൂ. മറ്റാർക്കും ആ പ്രിവിലേജ് ഇല്ല. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ പറഞ്ഞാൽ സ്വർഗീയ ഗവൺമെന്റിന് അവഗണിക്കാൻ പറ്റില്ല. കാരണം നിങ്ങളെ മെമ്പറാക്കി വെച്ചിരിക്കും. നിങ്ങൾ പറഞ്ഞാൽ കിങ്ഡം ഓഫ് ഗോഡിന് അത് ഇഗ്നോർ ചെയ്യാൻ പറ്റത്തില്ല. കാരണം നിങ്ങളെ ആക്കി വെച്ചിരിക്കുക. നിങ്ങളെ ആക്കി വെച്ചിരിക്കുക. നിങ്ങളെ തിരഞ്ഞെടുത്തതും ആക്കി വെച്ചതും നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ ദേശത്തിന് വേണ്ടി ചെയ്യാനാണ്. അപ്പൊ ഇന്ത്യക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഇവിടുത്തെ മെമ്പർമാരായ നമ്മൾ പറയണം. നമ്മൾ പറഞ്ഞാൽ ദൈവത്തിന്, സ്വർഗീയ ഗവൺമെന്റിന് അവഗണിക്കാൻ പറ്റത്തില്ല. ചെയ്തേ പറ്റൂ. അപ്പൊ ആവർത്തിച്ച് പറയണം, എന്റെ മണ്ഡലത്തിൽ ഇടപെടണം. എന്റെ മണ്ഡലത്തിൽ ഇടപെടണം. റോഡില്ല, കുടിവെള്ളമില്ല എന്നൊക്കെ പറഞ്ഞ മെമ്പർമാർ ഒച്ചവെക്കുന്ന കേട്ടിട്ടില്ലേ? ഇതുപോലെ ദൈവരാജ്യത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ കാര്യം പ്രസന്റ് ചെയ്യണം. അതിനുള്ള പ്രിവിലേജ് നമുക്കുണ്ട്, പവർ നമുക്കുണ്ട്. ഇനി ഒരു മറുവശം, ഒരു മെമ്പർ പാർലമെന്റിൽ എഴുന്നേറ്റ് നിന്നിട്ട് എന്റെ മോൾക്ക് 29 വയസ്സായി, ഇതുവരെ ഒരു കല്യാണം വന്നിട്ടില്ല, ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ആ വിഷയത്തിൽ ഇടപെടണം
എന്ന് പറയുകയാണെങ്കിൽ എങ്ങനെയിരിക്കും? എങ്കിൽ അതൊരു വാർത്തയാവും. പിറ്റേ ദിവസം എല്ലാ പത്രത്തിലും ഫ്രണ്ട് പേജ് വരും. മറ്റൊരു മെമ്പർ എഴുന്നേറ്റിട്ട് ഇത് പറഞ്ഞപ്പോ പറയുകയാണ്, ഇത് കേട്ടപ്പോ മറ്റൊരു മെമ്പർ, ബഹുമാനപ്പെട്ട ചെയറിനോട് എന്റെ അപേക്ഷ, എന്റെ ബാത്റൂം ഇടിഞ്ഞു കിടക്കുകയാണ്, അതുകൊണ്ട് അതിൽ ഇടപെട്ടിട്ട് മാത്രമേ മറ്റേ മെമ്പറുടെ കാര്യത്തിൽ ഇടപെടാവുള്ളൂ, എന്റെ ബാത്റൂം അടിയന്തരമായിട്ട് നന്നാക്കി തരണം എന്ന് പറയുമ്പോൾ അടുത്ത മെമ്പർ എഴുന്നേറ്റ് പറയുകയാണ്, എന്റെ കോഴിക്കോട് കഴിഞ്ഞ ദിവസം ഒളിഞ്ഞു പോയി, കുറുക്കം കയറി, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ബഹുമാനപ്പെട്ട ഗവൺമെന്റ് അതിൽ ഇടപെടണം. ഇങ്ങനെ പറയുവോ? ഇങ്ങനെ പറയാൻ പറ്റുമോ? എന്തിനാ ഞാൻ ഈ ഉദാഹരണം പറഞ്ഞത്? മെമ്പർ പാർലമെന്റിൽ പോണത് സ്വന്തം കാര്യം പറയാനല്ല, സ്വന്തം കാര്യം പറയാൻ പാടില്ല. അങ്ങനെ വരുമ്പോൾ ഒരു കുഴച്ചിലേക്ക് പോവാണ്. നമ്മൾ അധികവും പറയുന്നത് നമ്മുടെ കാര്യമല്ലേ? സ്വന്തം കാര്യം പറയാനല്ല നിങ്ങളെ തെരഞ്ഞെടുത്ത് ആക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ചോദ്യം ഇതാണ്, സ്വന്തം കാര്യം പിന്നെ എങ്ങനെ നടക്കും? മെമ്പർ ആണെങ്കിൽ നടന്നിരിക്കും. നിങ്ങളുടെ കാര്യങ്ങൾ ഒരു മുടക്കവും കൂടാതെ നടന്നിരിക്കും മെമ്പർ ആണെങ്കിൽ. നിങ്ങൾ എന്നെയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. അതുകൊണ്ട് നിങ്ങളെ പരിപാലിക്കേണ്ടത് എന്റെ കടമയാണ്. നിങ്ങൾക്ക് സെക്യൂരിറ്റി തരേണ്ടത് എന്റെ കടമയാണ്. നിങ്ങളുടെ മക്കളെ പോറ്റേണ്ടത് എന്റെ കടമയാണ്. കാരണം നിങ്ങൾ എന്നെയല്ല, ഞാൻ നിങ്ങളെ തന്നെ. അതുകൊണ്ട് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ഒരു കുറവും വരാതെ നോക്കേണ്ടത് എന്റെ കടമയാണ്. കാരണം ഞാൻ അതെടുത്തു, അതെന്റെ അഭിമാനമാണ്. താങ്ക് യു ജീസസ്. അതെന്റെ അഭിമാനം. അതുകൊണ്ട് നമ്മുടെ തെരഞ്ഞെടുപ്പിന്റെ ഉദ്ദേശം തിരിച്ചറിഞ്ഞ ഒന്നുകൂടെ ഉത്തരവാദിത്വത്തോടെ പ്രാർത്ഥനയ്ക്കായി നമുക്ക് നമ്മെ തന്നെ വിധേയപ്പെടുത്താം. ആ വാക്യത്തിന്റെ ഒടുവിൽ വരുന്നത് ഇങ്ങനെയാണ്, തരുവാനായിട്ട് തന്നെ. നമ്മെ തെരഞ്ഞെടുത്തതും നമ്മളെ ഇപ്പോൾ അതത് സ്ഥലങ്ങളിൽ, ബോംബെയിലും നാസിക്കിലും ബാംഗ്ലൂരും ഹൈദരാബാദിലും അമേരിക്കയിലും പിറവത്തും ഒക്കെ ആക്കി വെച്ചിരിക്കുന്നത് നിങ്ങൾ അതത് ദേശത്തിന് വേണ്ടി ചോദിക്കുന്നത് ചെയ്ത് തരുവാനായിട്ട് തന്നെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. ഇന്ന് പ്രഭാതത്തിൽ വളരെ ശക്തമായി ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ഉണങ്ങിപ്പോകാൻ സാധ്യതകൾ മുമ്പ് അവകാശങ്ങളുണ്ട്. നാം അവന് നിലനിന്നാൽ, അവനിൽ വസിച്ചാൽ പൃഥ്വിയോടെ കരുത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മുടെ ദൗത്യത്തെ പറ്റി